ഇതുവരെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ എന്തായാലും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2.5 സ്പൂണ് ഉഴുന്ന് കുതിർത്തതും കൂടെ ചേർത്തിട്ട് ഇതൊരു ജാറിലോട്ട് ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളമൊന്നും ആയി പോകരുത്, ആവശ്യത്തിനുള്ള വെള്ളമിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചത്. ഇനി 1 കപ്പ് തേങ്ങയും 1 കപ്പ് നല്ല തണുത്ത ചോറും കൂടെ ചേർത്തിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അതും അരച്ചെടുത്തു. നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് ഓവർനൈറ്റ് മാറ്റി വെക്കുക. പിറ്റേ ദിവസം ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതിന് കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ആവശ്യാനുസരണം തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.